എന്താ എന്താ സുവിശേഷം? മതം മാറ്റമല്ല, സഭ മാറുകയല്ല, സംഘടന മാറുന്നതൊന്നുമല്ല, മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്ന മാർഗമല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില ബ്ലോക്ക് ചെയ്യുക. നമ്മൾ അത്യാവശ്യം പോകുമ്പോൾ ഉടനെ ഈ ട്രസാറിനെ പിന്നെ പറയുകയും വേണ്ട. പിന്നെ നമ്മളൊന്നും പറയത്തില്ല, സ്വോത്രം പറയുന്നതുകൊണ്ട് സ്വോത്രമേ പറയാവുള്ളൂ. ദൈവത്തിന് മഹത്വം. നാളെ ഒരാൾ പറഞ്ഞു എൻ്റെ മേലും എന്താ ഞാൻ വെറുതെ ഇരിക്കുകയല്ലെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, റോഡ് ബ്ലോക്ക് ചെയ്യുന്ന മാർഗമല്ലിത്. നാട്ടുകാരുടെ സ്വസ്ഥത കെടുത്തുകയല്ല, വടിവാള് കിറക്കി ആൾക്കാരെ മതത്തിൽ കൂട്ടുന്നതല്ല, തോക്ക് ചൂണ്ടി ഈ മാർഗത്തിലാക്കുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. നമുക്കറിവുള്ള വാക്യമാണെങ്കിലും ഒന്ന് വായിച്ചതിലൊക്കെ വേറെ പുസ്തകത്തിലുള്ള കാര്യമാണ്, കേൾവിക്കാരറിയണമല്ലോ. അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. തീമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് എല്ലാവർക്കും മനപ്പാടമാ. എന്നിരുന്നാലും പ്രിയ പാസ്റ്ററെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് സുവിശേഷം. അപ്പൊ സുവിശേഷം യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു സുവിശേഷം. അതാ ഇന്നും നാളെ അവിടെ നിന്ന് അനുവദിച്ചാൽ മറ്റന്നാൾ ഇവിടെ മുടങ്ങുന്നത് സുവിശേഷം യേശു ക്രിസ്തു. ഓടിച്ചു പോകാം. ഈ സുവിശേഷം എന്തിനാ? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകല മനുഷ്യരും രക്ഷപ്പെടണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കണ്ടോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ചുറ്റിച്ചു വളർത്തുന്നു. ഒറ്റവാക്കിൽ കേൾവിക്കാരോട് പറയട്ടെ, എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷ യേശുവില്ല. യേശു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ ഒരു സഭക്കാരുടെ ആളല്ല, കത്തോലിക്കരുടെ സ്വന്തമല്ല യേശു. യാക്കോബ, ഓർത്തഡോക്സ്, അത് തന്നെ രണ്ടുണ്ട്. ദേവലോകവും അങ്ങ് അന്ത്യോക്കി, അവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. പിന്നെ മാർത്തോമായ, യാക്കോബ, കൽദായ, സുറിയാനി, ഒത്തിരി ഉണ്ട്. യാക്കോബായി തന്നെ പല വകുപ്പുകളുണ്ട്. കൽദായ, സുറിയാനി, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കനാനായ കത്തോലിക്കർ, ഉഴവൂർ സൈഡ്, റാന്നി സൈഡെല്ലാം കനാനായ യാക്കോബ. പിന്നെ തൃശ്ശൂരുണ്ട് കൽദായ, സുറിയാനി, ഒത്തിരി ഉണ്ട്. പിന്നെ ഇവാഞ്ചലിക്കല്, മാർത്തോമ, സാൽവേഷൻ ആർമി, CMS, ആംഗ്ലിക്കൻ, അതിനകത്ത് തന്നെ വകഭേദം ഇവിടെ പാമ്പാടിലുമൊക്കെ ഉണ്ട്. പിന്നെ CSI, മധ്യ കേരള മഹാ ഇടവക, അത് തന്നെ 3 കേരളത്തിൽ തന്നെ. മേലുകാവും തിരുവനന്തപുരവും കോട്ടയംകാർക്ക് മറ്റവരെ അത്ര ബോധിക്കുമോ എന്നുള്ളത് ആട്ടെ, ഉള്ളതാട്ടെ. എല്ലാത്തിനകത്തും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, ഒന്നും തന്നെ അല്ല. പിന്നെ പെന്തിക്കോസ് പല വിഭാഗമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോന്, പിന്നെന്തുവാ WME, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. ഒരാൾ പറഞ്ഞ് ബേവിച്ചൻ്റെയും തമ്പിച്ചൻ്റെയാണെന്ന്. ആയിക്കോട്ടെ. പിന്നെ കുഞ്ഞോളച്ചമ്മയുടെ സഭ, ഒച്ചമ്മയ്ക്കും ഉണ്ട് സഭ, കുഞ്ഞോളച്ചമ്മ. പാപ്പച്ചൻ്റെ സഭ. ഒരാൾ പറഞ്ഞ് പാപ്പച്ചൻ്റെ എവിടാന്നോ പോത്തച്ചൻ്റെ എവിടാന്നോന്ന്. ആണെന്ന് ഞാൻ തമാശല്ലേ പറഞ്ഞത്. എല്ലാവർക്കും സഭ. ചുമ്മാ ഇരിക്കുന്ന ബേബിക്ക് വരാ സഭ. ബേബി ചുമ്മാ വന്നിരുന്ന് അവനും ഒരു സഭയായി. എല്ലാവർക്കും ഉണ്ട് സഭ. ഒരു കാര്യം പറയാം, യേശുക്രിസ്തു ഒരു സഭയുടെ ആളല്ല, അവിടുന്ന് മുഴുവൻ ലോകത്തിൻ്റെ ദൈവമാണ്. ഞങ്ങളുടെതാന്ന് പറഞ്ഞെല്ലാം വകഞ്ഞു വെച്ച് അത് ഏത് കുരിശും തൊട്ടി അത് അവരുടേത് യേശുവാ. പുള്ളി ഇങ്ങനെ നിൽക്കുന്നല്ലോ, അത് അവരുടേതാ. ഇതേത് യേശു? അത് ഞങ്ങളുടെയാ. കൂടെ ആണ്ട് കുറുക്കനാന്നോ പട്ടിയാന്നോ ആടാന്നോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആട്ടെ. ഓരോ സഭക്കാരും തരംതിരിച്ചു വച്ചിരിക്കുക.
അയ്യോ, ഞാനൊരു കാര്യം പറയാം. യേശു ഒരുത്തരുടെ അല്ല, യേശു മുഴു ലോകത്തിന്റെ ദൈവമാ. ഞങ്ങളുടെ ആരും പറഞ്ഞ് യേശുവിനെ പിടിച്ച് മകഞ്ഞു വെക്കരുത്. യേശു മുഴു ലോകത്തിന്റെ ദൈവമാ. സകല മാനവകുലത്തിനും രക്ഷയ്ക്കായി അവതരിച്ചവനാ നസറയനാകുന്ന യേശു ക്രിസ്തു. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ സഭയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആർക്കും യേശുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, അനുധാവനം ചെയ്യാം, സേവിക്കാം, സ്നേഹിക്കാം, പിൻഗമിക്കാം. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഒരു ഭൗതിക വസ്തുവും കൊടുക്കണ്ട, ഒന്നും വേണ്ട. യേശുവിന് ഇതൊന്നും വേണ്ട. യേശുവിന് എണ്ണ വേണ്ട, യേശുവിന് മെഴുകുതിരി വേണ്ട, യേശുവിന് നിലവിളക്ക് വേണ്ട, യേശുവിന് പന്തം വേണ്ട, യേശുവിന് തീപ്പെട്ടി വേണ്ട. തീപ്പെട്ടിയല്ല, നിങ്ങൾക്ക് വട്ടം കാണുന്ന മെഴുകുതിരിയായിട്ട് വേണേ ഉരുണ്ട് വീഴാതിരിക്കാൻ. യേശുവിന് ഇതൊന്നും ആവശ്യമില്ല. വേണ്ടെന്ന്. നിന്റെ ആട് വേണ്ട, മാട് വേണ്ട, കോഴി വേണ്ട, 3 പൂങ്കോഴിയായിട്ട് പോവാ. യേശുവിന് ഇതൊന്നും ആടും വേണ്ട. അല്ല, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്നെ എടുക്കാനാ. വായിച്ച മീഖ 6:6 പെട്ടെന്ന് വായിച്ചു. മീഖ 6:6 പെട്ടെന്ന്. വെട്ടമുണ്ടോ? ഇരുണ്ടിരിക്കുന്നല്ലോ അവിടെ വല്ല. ദൈവദാസനെ വെട്ടമുണ്ടോ? എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അങ്ങോട്ട് ചെല്ലുവെന്ന്. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അത്യുന്ന ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെല്ലണോ? ആടിനെയും കാളയായിട്ട് ചെല്ലണോ? എന്തിന്? വെട്ടുപാനം വന്ന ആടുമായിട്ട് ചെല്ലുമ്പം കാട്ടിലാന്ന് 1000 ആടും പോത്തും ഒക്കെയാ. അത് നമ്മൾ കൊണ്ടുവരുന്ന പോത്തും ആടും പോലെ. കണ്ടം മറയൂരിനപ്പുറം മൂന്നാറിലോട്ട് തന്നെ മല നിറച്ച് വരയാടാം. എന്നാലും നമ്മൾ വീണ്ടരയ്ക്കാത്തൊരാടുമായിട്ട് അത് രണ്ടാമത് ചവച്ചിട്ട് 3-4 ആട് പരുവക്കെട് കിടക്കുക. എന്നാൽ ദൈവത്തിന് അതുപോലും ചൊവ്വനുള്ളത് കൊടുക്കുകയല്ല. ദൈവത്തിന് നിൻ്റെ ആടും വേണ്ട, കാളയും വേണ്ട, നിൻ്റെ അരിയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, പൂവൻകോഴിയെ വേണ്ട, പെടക്കോഴിയെ വേണ്ട, ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇതുമായിട്ട് അങ്ങോട്ടും തന്നെ ചെല്ലുന്നത്. വായിരടുത്ത വാക്യം. 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും. തൈലനദി, അടിയിൽ കൂടെ തൈലനദി ഒഴുകുക. ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് ഇതെല്ലാം പല വകുപ്പാകുന്നത്. അടിയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അന്നാരുവാ വേറെ കേസ് പറഞ്ഞതാ. അതിനെന്ന് വെച്ചാൽ നിങ്ങൾ തല്ലുകൊള്ളണ്ടല്ലോ എന്ന് ഓർത്താ. നിങ്ങൾ കൊള്ളണേ ഞാനിപ്പം വേണേ പറയാം. അവിടെ മുതലായിരിക്കും അടി വരുന്നത്. വെറുതെ എന്തിനാ അവരെ കൊള്ളിക്കണോ? വേണ്ട, എന്നാൽ വേണ്ട. കിട്ടുകയെന്ന് എല്ലാവർക്കും തന്നു വെച്ചാൽ തന്നെ കൊണ്ടുകൊണ്ട് പോവുകയല്ല. അത് ഉദ്ദേശിക്കാൻ വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആട്ടുകൊറ്റനെയും കാളക്കിടയാക്കളയായിട്ട് എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നത്? അവിടത്തേക്ക് ഇതൊന്നും ആവശ്യമില്ലെന്ന്. അടുത്ത വാക്യമായിരേ, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണം. അയ്യോ, നരബലിയും വേണ്ടെന്ന്. മനുഷ്യനെ കണ്ടിക്കണ്ട കേട്ടോ, പടലി കണ്ടിക്കണ്ട. മനുഷ്യന്റെ ജോലിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. എലന്തൂർ ഒരു തള്ളയുണ്ടായിരുന്നു, കണ്ടിച്ചു ഇല്ലേ? അവരുടെ പേര് തള്ളയുടെ പേര് പറഞ്ഞ എന്നെ സുഖാസിനി എന്തുവാണ്. ആ വയ്യാവലിയുടെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ ഇതിൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കുന്നത്? സ്തോത്രം. ദൈവത്തിന് നരബലി വേണ്ട. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല.
പിന്നെ അടുത്ത വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന്, അയ്യോ മനുഷ്യ മണർകാടുകാരെ, നല്ലതെന്തെന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുക. എന്തുവാ? ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. ഇതാ ചെയ്യേണ്ട കാര്യം. ന്യായമായിരിക്കണം. അന്യായത്തിന് കൂട്ടു നിൽക്കരുത്, അനീതിക്ക് കൂട്ടു നിൽക്കരുത്, ന്യായം പ്രവർത്തിക്കണം. ഉദാഹരണമാ, ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ ഉപ്പാപ്പനോ അല്ലെ കൊച്ചപ്പനോ വസ്തുവൊക്കെ വീതം വെക്കും, അവരുടെ ഒന്നും അടിച്ചു മാറ്റരുത്. കള്ളയാതാരം ഒന്നും ഉണ്ടാക്കരുത്. മിണ്ടണ്ട. നാളെ വരികയല്ലെന്നല്ലേ ഉള്ളൂ, മതി. എന്തിനാ ഇങ്ങനെ ഗുണമില്ലാതെ തള്ളിക്കൊണ്ട് വരുന്നത്? ഓരോ യോഗം കഴിയുമ്പോഴും വാശി കൂടുക. എടാ, ഓരോ യോഗം കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും രൂപാന്തരം വരണം. ചിലർക്ക് ഇനി നാളെ എവിടാ? നീ അനിയനുമായിട്ട് മിണ്ടിയിട്ട് എത്ര നാളായടാ? ചോദിക്കാം, നാളെ എവിടാന്ന്. ഒരു സെന്ററിലാ കൂടുന്നത്, കൈ കൊടുക്കുകയല്ല. മറ്റന്നാൾ എവിടെ ശുശ്രൂഷ? മിണ്ടുന്നില്ല. 9:00 നിർത്താം. വാച്ച് കാണിക്കണേ. സ്വോത്ര പുള്ളിക്ക് അതാ വിഷയം. വിഷയമില്ലാത്ത ഒരു രൂപ നിന്റെ കൈ കാണരുത്. പാസ്വേഡല്ല ഞാൻ പറഞ്ഞു, ഞാനും ചൂണ്ടിയെന്നേ ഉള്ളൂ. പാസ്വേഡൊക്കെ നീയാക്ക് എന്നോട് തന്നെ ഇത്തരം ഒന്നുമില്ല. കൈ വെടിപ്പായിരിക്കണമെന്ന്. മറ്റുള്ളവനെ ചതിച്ച് വഞ്ചിച്ച്, നാടൻ ഭാഷ പറയാം, അവനെ കമത്തി അടിച്ച്, അവനെ ഒതുക്കി, അവനെ തകർത്ത്. ഇന്നാൾ ഒരാളെ പറ്റി അവനെ ഞാൻ പൂട്ടി, ഇനി അവനെ ആയുസി പൊങ്ങുകയല്ലെന്ന്. അയ്യോ, ദൈവം നിന്നെ പൂട്ടാതിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! എൻ്റെ പ്രിയരെ, നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ആട്ടെ ദൈവത്തിന്റെ മഹത്വം. നീതിയെ പ്രവർത്തിക്കാവൂ. നീതി. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിക്കണം. ദയാതൽപരൻ. ജീവിതത്തിൽ ദയ വേണം. ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അല്ലാതെ വേറൊന്നും ചോദിക്കുന്നില്ല. ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ചില ആൾക്കാർ പറയും, ഞാൻ 5 സെന്റ് സ്ഥലം ദൈവത്തിന് കൊടുത്തെന്ന്. കാരണം പുള്ളി ലക്ഷം വീട്ടിൽ കിടക്കുക. ഈ പുള്ളി 5 സെന്റ് കൊടുത്തു വെച്ച് പിന്നെ സഭയുടെ ശീലാന്തിയിലായിരിക്കുന്നത്. പുള്ളിയുടെ കയ്യിലാണ് മുഴുവൻ ചരടും. പുള്ളി പറയാൻ പോലെ പിന്നെ ഇവിടുത്തെ യോഗമല്ല. മിക്കയിടത്തും അങ്ങനെ ഉണ്ട്. അവർ പറയാൻ പോലെ പിന്നെ കൊടുത്തത് ചൊവ്വിനെ കൊടുക്കത്തുമില്ല. പകുതി അവരുടെ വസ്തുവിലും പകുതി ചർച്ചിനും പൊളിക്കാനും ഒക്കുകയല്ല. അങ്ങനെയുള്ള സഭകളുണ്ട്. ഇവർക്കൊക്കെ അറിയാം എവിടാന്ന്. നിങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് ഉള്ള കാര്യമായി പറയുന്നത്. 5 സെന്റ് സ്ഥലം അന്നാ കൊടുത്തപ്പം ചൊവ്വിന് കൊടുക്കുക. ദൈവത്തിന് ഇതൊന്നും ആവശ്യമല്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പറ, കർത്താവേ എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, എന്നെ ഇന്ന് രാത്രി തരിക. എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരിക. അനുതാപഹൃദയത്തോടെ, ആത്മതപനത്തോടെ, പ്രാർത്ഥനയോടെ, മനസ്താപത്തോടെ, മനോദുഃഖത്തോടെ അവൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും യേശു കൈവിടുകയല്ല. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന യേശു. ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ഇതൊക്കെ ഞാൻ എല്ലായിടത്തും ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യമാണ്. കാരണം ഇത് പറയണം, ഇതല്ലയോ പറയേണ്ടത്. ആരാ കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം 1-ാം വാക്യം, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളും. അങ്ങനല്ലയോ ദൈവനാസനം? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ജാതിയും ഈ വർഗവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാ കേട്ടോ. ഞങ്ങൾ ഇച്ചിരി കൂടുതലാ, അവർ കുറവാ. മറ്റവർ മുഖത്തിൽ നിന്ന് വന്നതാ, ഇവർ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാ, മറ്റേത് കാലിൻ്റെ അവിടെ നിന്ന് വന്നതാ, മറ്റേത് പാറത്തിൻ്റെ അവിടെ, ബാക്കി അതെവിടെ നിന്നാ വന്നെന്ന് ആർക്കും. ഈ ഊളത്തരവെല്ലാം പഠിപ്പിച്ച് ഉള്ള പെടലത്തരവല്ല. ഇത് കണ്ടുകൊണ്ട് ചിലതങ്ങ് ഇളകുക. അതെ, വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പക്ഷെ നമ്മുടെ ആൾക്കാരും വിശ്വസിക്കുന്നില്ല. ഇല്ല,
പറയാം ഇങ്ങനെ ഗ്ലോറി വിക്ടറി എന്നൊക്കെ ചുമ്മാ ഇളകുക. ഒറ്റ വിശ്വാസമില്ല. ഇതെല്ലാം പ്രസംഗിച്ചേച്ച് പറയും ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. എവിടുന്നാ? കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു വഴക്കുണ്ടാക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലായി കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ. മനസ്സിലായില്ല? മനസ്സിലായല്ലോ, അതറിഞ്ഞാൽ മതി. വടക്കുണ്ടാക്കിയപ്പോഴേ മനസ്സിലായി കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ. ഇനി തർക്കമൊന്നുമില്ലെന്ന്. ഞാൻ ഇച്ചിരി കൂടിയതാ, അവൻ ഇച്ചിരി കുറഞ്ഞതാ. എടാ പൊട്ടാ, പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ഒരുത്തനിൽ നിന്ന്. ഞാൻ ആ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ചില കാര്യം പറയാൻ ഉന്നം വെക്കുന്നുണ്ട്. മത്തായി സുവിശേഷം തുടക്കം അബ്രഹാമിൽ തുടങ്ങി. അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി, യേശുക്രിസ്തുവിൻ്റെ വംശാവലി. യഹൂദന് വംശാവലി ഇഷ്ടമാണ്. അതും പുറകോട്ട് പോകുന്ന ഇഷ്ടമല്ല, അബ്രഹാമിലേ തുടങ്ങാവൂ. അതാണ് പുറകോട്ട് പോയ പരുവക്കേടാ. നമ്മുടെ ആൾക്കാരും അങ്ങനല്ലേ. കുടുംബചരിത്ര പുസ്തകം കുറവിലിങ്ങാട്ടി എന്നൊരു അപ്പം വന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി യാതൊരു വിവരവും. നിങ്ങൾ പിണങ്ങാനൊന്നുമല്ല പറഞ്ഞത്. എന്നെ നോക്കി ഇങ്ങനെ സ്പർദ്ധയോടെ നോക്കുകയും വേണ്ട. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത്. യഹൂദനും ഇതാ, അബ്രഹാമിലേ തുടങ്ങാവുള്ളൂ. പുറകോട്ട് പോകരുത്. പുറകോട്ട് പോയാൽ വിഷയമാ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി ജനത വംശം ഉടലെടുക്കുന്നത്. നദി കടന്നു വന്നവൻ, അവർക്ക് അവിടെ തുടങ്ങുന്നതാണ് ഇഷ്ടം. മത്തായി യഹൂദനെ ഉന്നം വെച്ചാന്നല്ല എഴുതിയത്. അതുകൊണ്ട് അബ്രഹാം മുതലാ തുടങ്ങിയത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ ദാമാരിൽ പേരസിനെയും സേരഹിനെയും ജനിപ്പിച്ചു. പിന്നെ ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, അരാം അമ്മീനാദാവിനെ ജനിപ്പിച്ചു, അമ്മീനാദാം നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ ചൽമോനെ ജനിപ്പിച്ചു, ചൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. അപ്പൊ ഇവര് അബ്രഹാം മുതലാ തുടങ്ങുന്നത്. അവർക്കതാ ഇഷ്ടം, പുറകോട്ട് പോകുന്ന ഇഷ്ടമല്ല. പക്ഷേ വേറൊരാളും കൂടെ ഈ വംശാവലി എഴുതി. നിങ്ങൾക്കറിയാം ആരാ? ലൂക്കോസ് എഴുതിയപ്പോൾ നേരെ അങ്ങോട്ട് എഴുതി അബ്രഹാമിൽ നിർത്തിയില്ല. നേരെ വന്ന് ആദാമിലാണ് നിർത്തിയത്. അത് പറഞ്ഞ ആദാം ദൈവത്തിൻ്റെ അതന്നെ. ലൂക്കോസ് ഈ മത്തായി യഹൂദന്മാരുടെ രാജാവാക്കിയ യേശുവിനെ പ്രദർശിപ്പിക്കുന്നത്. ലൂക്കോസ് മനുഷ്യപുത്രനായിട്ടാ യേശുവിനെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുമ്പോൾ ഒന്നാം മനുഷ്യനെ പറയണം. അതിന് ആദാമിൽ വന്ന്. പ്രസാദ ഭാഷക്ക് മനസ്സിലാകാഴിയാണോ അതോ ഞാൻ പ്രസംഗിക്കുന്ന വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നെ മുഖത്തൊരു ഗോത്രാഴ്ചയൊക്കെ കിട്ടും. ഒന്നും ഭാരപ്പെടണ്ട, ദൈവം അത്ഭുതം ചെയ്യും. ഇതൊന്നും ഓർത്ത് വ്യാകുലപ്പെടണ്ട. അയ്യോ ഞാൻ അനുഭവസ്ഥനാ, ആൾക്കാരും നാളെ വന്നോളും. ഇത്രയും പേര് വന്നില്ലേ? പിന്നെ അത് പരുവക്കേട് വന്ന ആദ്യം അങ്ങ് കസാര മൊത്തം ഇട്ടത് കൊണ്ടാണ്. കസാര ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇട്ടേക്കാം, പിന്നെ ഇടണ്ടല്ലോ. അവരും അങ്ങ് ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, വരും. ഇനി ആര് രണ്ടെണ്ണം ഉള്ളതിലും ഞാൻ നാളെ പ്രസംഗിക്കും. എനിക്ക് ഒത്തിരി ആളൊന്നും വേണ്ട. ഓ എന്തിനാ ഇങ്ങനെ കുത്തിയിരിക്കാനാണ് നാളെ വരാതിരിക്കുന്നതാ. ഒരു ഗോത്രവും പറയുന്നില്ല, ഒരു സഹായവും ചെയ്യുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി യഹൂദന്മാരെ ഉന്നം വെച്ച് രാജാവായ യേശുവിനെ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് അബ്രഹാമിൽ തുടങ്ങിയത്. ലൂക്കോസ് യേശുവിനെ പ്രദർശിപ്പിക്കുന്ന മനുഷ്യപുത്രനായിട്ട് യേശുവിനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് ഒന്നാമത്തെ മനുഷ്യനെ പരാമർശിക്കണം, ആദാം. അതുകൊണ്ടാണ് നേരെ കൊണ്ട് ആദാമിൽ നിർത്തി. ആദാം ദൈവത്തിൻ്റെ മകൻ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിങ്ങളെല്ലാം വചനത്തിൽ നല്ല തിട്ടമുള്ളവരാണല്ലോ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ആമേൻ ലോകരക്ഷകനാണ്. സകല ജാതികളും ഇത് കേൾക്കണം. അങ്ങനെ ആയിരിക്കും സകല ജാതികളുമായുള്ളവരെ 49:1 സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം കേട്ടോ, ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇവിടെ ഇരിക്കുന്നവരും റോഡ് നിൽക്കുന്നവരും വ്യാപാരം ചെയ്യുന്നവരും സകല ആൾക്കാർ ഇത് കേൾക്കണം. അതിനാ ഇതാ കേൾക്കാൻ കൊള്ളാവുന്നേ.
വേറെയോ ഒന്നും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. എല്ലാം കേൾക്കാൻ കൊള്ളാവുന്നതാണോ? എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാവുന്നതാണോ? ഞാനെപ്പോഴും പറയും, ചില ആൾക്കാർ വർത്താനം പറയുമ്പോൾ പറയാം, എന്തുവാടാ മൂത്തവർ വർത്താനം പറയുന്നതിനിടെ? മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്തതാ മൂത്തവരുടെ വായിന്ന്. അങ്ങനെയുള്ള മൂത്തവരുണ്ട്, ഉണ്ടെന്ന്. പ്രായമുള്ളൊരു വർത്താനം പറയുന്നത്, പ്രായമുള്ളൊരു നല്ലതല്ലല്ലോ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ ഈ മുതുക്ക് പിടിച്ചതല്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, പ്രായമുള്ളവർക്കും പിള്ളേർക്ക്, ഇടത്തരക്കാർക്ക്, യൗവനക്കാരനും യൗവനക്കാരത്തിക്കും, അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവർക്കും കൊണ്ട് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം. ഇത് നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഒരു ഇംഗ്ലീഷ് കുഴപ്പമില്ലല്ലോ. ആഗ്രഹം കൊണ്ടങ്ങ് പറയാം, അറിയാവുന്നോട്ടൊന്നുമല്ല. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, നല്ല വർത്തമാനം. ന്യൂസ്, NEWS എന്ന് പറഞ്ഞാൽ നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലായിടത്തും കേൾക്കാൻ പറ്റുന്നതാ സുവിശേഷം. വടക്കോട്ട് പോയി പറയാം, നോർത്തിലേ പറയേണ്ടെന്നൊക്കെയാ പറയുന്നേ. പറയിപ്പിക്കുകയല്ലെന്നാ. മിണ്ടുന്നില്ല. എല്ലാവർക്കും, അയ്യോ നോർത്തിലുള്ളവർക്കും ഈ വാർത്ത കേൾക്കണം കേട്ടോ, സൗത്തിലുള്ളവരും കേൾക്കണം, ഈസ്റ്റിലും വെസ്റ്റിലും എല്ലാ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത സുവിശേഷമാ. പ്രൈസ് ദി ലോർഡ്. എന്നും പുകഴ്ത്തുവാൻ പറ്റുന്ന നാമമാ സുവിശേഷം. അത് സത്യസുവിശേഷം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം. എല്ലാവരും കേൾക്കട്ടെ. കേൾക്കാൻ കൊള്ളാവുന്നതാ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. അടുത്തത്, ഇത് കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാലുള്ള ഗുണം, സമയം എന്തുവാ വായിച്ചിഞ്ഞതല്ലേ, പിന്നെ ഞാനങ്ങ് നിൽക്കും, നിങ്ങൾ പിന്നെ പ്രശ്നമാകും. ഇത് കറക്റ്റാണോ? ഇന്നാളൊരാൾ തെറ്റിച്ച് തന്നു 1 മണിക്കൂർ. അതുകൊണ്ടാണ് കൂടെ ചോദിക്കും. ഇതിൽ 9:20 പക്ഷേ 9 ആണ്, ശരിയാന്നേ. ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഉണ്ടാകും, എന്തോ ഗുണമെന്നാ? ഞാൻ ഇങ്ങനെയാ പറയുന്നത്, സുവിശേഷം യേശുക്രിസ്തുവാണല്ലോ. ആ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നടന്നതാണല്ലോ ലൂക്കോസും മത്തായിയൊക്കെ വിസ്തരിക്കുന്നത്. ആ വിസ്തരിക്കുന്ന ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ആ സുവിശേഷത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി ദൈവദാസൻ ഒന്ന് വായിച്ച് സഹായിച്ചാട്ട് 8 മുതൽ വായിര്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, തോയ പ്രതിഷ്ഠ ചെയ്ത നായകനേ, നാഥനേ, യോർദാൻ തോയത്തിൽ മജ്ജനം ചെയ്ത ദൈവദാസനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, യേശുക്രിസ്തു, അതാ സുവിശേഷം. ആ സുവിശേഷത്താൽ എന്ത് സംഭവിക്കും? ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് പറയുക. സുവിശേഷ യോഗമല്ലയോ? ആരംഭ ദിവസം ഇത് പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് വേറെ ഭാഗത്തോട്ട് പോകാം. ഇതല്ലയോ പറയേണ്ടത്? പറഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് വേറെ ഭാഗത്തോട്ട് പോകാം. ഇതല്ലയോ പറയേണ്ടതും, ഇതല്ലയോ കേൾക്കേണ്ടതും? സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തെ പറ്റിയാ ഞാൻ പറയുന്നെങ്കിൽ കേൾക്കുന്നവരും മൃഗത്തിൻ്റെ സ്വഭാവമാകുക. അതെ, ഒരു കരുണയോ ആർദ്രതയോ ഒന്നുമില്ല. കുത്തുകല്ലേ. വിഷയം എന്നാ? മൃഗം സമുദ്രത്തിൽ നിന്ന്
പറയുന്ന പുള്ളി ഏതാണ്ട് മൃഗത്തിൻ്റെ ഊര, കേൾക്കുന്നവർക്കും എല്ലാവരുടെയും കാര്യമല്ല. ഇത് കേക്ക്, ഇത് സുവിശേഷമല്ലേ, ഇതല്ലേ കേൾക്കേണ്ടത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആ സുവിശേഷം യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ സംഭവിച്ച കാര്യം. അപ്പൊ സുവിശേഷത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയാ ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇരുട്ട് മാറും. അവിടെ എഴുതിയിരിക്കുന്ന രാത്രിയിൽ എന്നാ. അപ്പൊ ഇത് രാത്രിയിലെ സംഭവമാണ്. ആ രാത്രിയിൽ കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ തേജസ് വന്നു. അപ്പൊ ഇരുട്ട് മാറി. സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും, കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും, സമൂഹത്തിന്റെ ഇരുട്ട് മാറ്റും, ദേശത്തിന്റെ ഇരുട്ട് മാറ്റും, സംസ്ഥാനങ്ങളുടെ ഇരുട്ട് മാറ്റും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ചരിത്ര തെളിവുകളും സംഭവങ്ങളും 100 തെളിയിക്കാനുണ്ട്. അനുഭവസ്ഥവർ ഇന്ന് രാത്രി ഇവിടെ കൂടിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഒരു കാലത്ത് ഇരുണ്ട അനുഭവങ്ങളായിരുന്നല്ലോ. ആ ഭാഗത്തേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇരുട്ട് മാറ്റും. 2, വിവരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുക. പോയിന്റ് അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1, ഇരുട്ട് മാറ്റും. 2, ഭയം മാറ്റും. ദൂതം എന്ന് പറയാ, ഭയപ്പെടേണ്ട, ഭയം മാറ്റും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ അവ ഭയത്തോടെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, കടഭാരമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, ശുശ്രൂഷയുടെ വിഷയമായി, ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, ഞരക്കത്തോടെ ഇന്ന് രാത്രി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നെങ്കിൽ, എൻ്റെ സ്നേഹിത, സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, നിന്റെ ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഭയപ്പെടേണ്ട. അപ്പൊ 1, ഇരുട്ട് മാറ്റും. 2, ഭയം മാറ്റും. 3, സന്തോഷം ഉണ്ടാകും. സന്തോഷം അവിടെ എഴുതിയിട്ടുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായത്. മഹാസന്തോഷം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അവർക്ക്, ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷം കൂടും, ഇല്ലേ? ഉണ്ട്. മോൻ ഗൾഫിൽ പോയി, സന്തോഷമാണ്. നല്ല സാലറിയാണ്, സന്തോഷമാണ്. അവന് ഭയങ്കര ബിസിനസ്സാണ്, ബിസിനസ്, സന്തോഷമാണ്. അതൊക്കെ ഈയിടെ വലിയ വീട് വെച്ചു, 15 മുറി, ആയിക്കോട്ടെ, സന്തോഷമാണ്. ഓടി എടുത്തു, നേരത്തെ ഓടിയതാ, ഇപ്പം ഓടി, സന്തോഷമാണ്. അതിൻ്റെ ഗ്ലാസ് എല്ലാം താത്തേച്ച് കൊച്ചിനെ കയറ്റി ഇങ്ങനെ ഒരു ഊറയില്ലാതെ നടന്നതാ. മനസ്സിലാകുന്നില്ല. അല്ലെന്ന പൊക്കോ സന്തോഷം, അതെല്ലാം സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. റബ്ബറിൻ്റെ വില കൂടി, സന്തോഷമല്ലയോ? പിന്നെ ഒട്ടുപാലും അത്ര മോശമല്ല, സന്തോഷമാണ്. കുരുമുളകും കയറി വരുന്നുണ്ട്. ഇതെല്ലാം ലോകക്കാർക്ക് സന്തോഷമാണ്. പൂട്ടാൻ്റെ ആറ്റായെടുത്ത് അടിച്ചു. നമ്മുടെ ആൾക്കാരും ബൈബിൾ വെച്ച് അടിക്കണേ. സ്വത്രാഴ്ചയുടെ പൈസയാണ് അടിക്കുന്നെ. ലോകക്കാർക്കല്ല ഇതാ സന്തോഷം. ദാവീദ് മകൻ തന്നെ പറഞ്ഞേ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ഉണ്ടായതിലും അധികം സന്തോഷം. എന്നാൽ ഒരു ദൈവവേദന ഇതല്ല സന്തോഷം. അതിനാ ധാന്യവും വീഞ്ഞും അതെല്ലാം തീർന്നു പോകും. അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഞാനത് പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് ബാക്കി നാളെ മതി. ഒരു ദൈവവേദന സന്തോഷം വരുന്നത് ഓടിച്ചു പറയാം, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്കറിയാം, വേദപുസ്തകം അറിയാവുന്നവർ അവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ചിലർ വേദപുസ്തകം കൊണ്ടുവരിക പോലുമില്ല, അറിയാവുന്നത് കൊണ്ടാണ്. അറിയാം. ഇനി അഥവാ കൊണ്ടുവന്നാൽ തുറക്കുക പോലുമില്ല. എനിക്കിഷ്ടമാണ് അവരെ, അറിയാമല്ലോ. സഭയിൽ നടന്നിരുന്നപ്പോൾ ഒരാളെ 12:30 വിളിക്കുക. ഞാൻ പറഞ്ഞു, ഏതോ കുളിച്ചതാ, എവനറിയത്തില്ലയോ ഇയാൾ സഭയിൽ പാസ്റ്ററാ. നമ്മുടെ അവിടെ വന്ന് ഓർക്കുന്നില്ലേ? പിന്നെ പാസ്റ്ററാ. 12:30 പോള്. ഞാൻ പറഞ്ഞു, ഗുണം വിടാത്ത ആരാണ്ട് ആ പുള്ളിയെ വിളിക്കുന്നത്. ഭാവിച്ചാൽ ഞാൻ കള്ളവല്ല പറഞ്ഞ, സത്യം. ഞാൻ സത്യമേ പറയുള്ളൂ, അറിയാമല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. മൊബൈലിൽ കളിച്ചിരിക്കുകയല്ല, പുള്ളി തിരുവെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. പീലിപ്പച്ചൻ ചോദിച്ചാൽ എന്തുവാ കയ്യിലിരിക്കുന്നത്? തിരുവെടുത്ത്. ചുരുട്ടാന്നോ ചുരുളാന്നോ? ഇന്ന് തന്നെ പറയും ചുരുട്ട്. പള്ളിയിൽ പോയിച്ചു, ഇടവകയാന്നു, മണർകാട് ഇടവക. ചുരുട്ടല്ല.
ചൂരലല്ല, ചുരുള, തോൽ ചുരുള്. ബാക്കി നാളെ. എന്തു വായിക്കുന്നേ? യെശയ്യാ 53. ഏത് ഭാഗമാ? അറുക്കാനുള്ള ആടെ പോലെ കൊണ്ടുപോയെന്ന്. ഇത് ആരെ പറ്റിയാ? വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് ചണ്ണം പറഞ്ഞു, പൊരുള് തിരിച്ചു തരാൻ ഞാനിങ്ങനെ വായിക്കുന്നുള്ളൂ. എന്നും വായിക്കും, രാവിലെയും വായിക്കും, ഉച്ചയ്ക്കും വായിക്കും, സന്ധ്യയ്ക്കും വായിക്കും. അങ്ങ് വായിക്കുക. നമ്മുടെ ഇടയിലുണ്ട് ചില ആൾക്കാർ വായിക്കുക, അർത്ഥം എന്നതാണെന്നോ, കുത്തോ കോമായോ അനുസ്വാരമോ വിസർഗമോ ഇതൊന്നും അറിയത്തില്ല, അങ്ങ് വായിക്കുക. ശവോടക്കിന് വായിച്ചു, ഞാൻ എപ്പോഴും പറയാറ്, ശവോടക്കിന് വായിച്ചു, ഞാൻ എപ്പസോസി വെച്ച് മൃദംഗ യുദ്ധം ചെയ്തെന്നെ. വായിക്കുക, മൃദംഗ യുദ്ധം. അപ്പൊ TCOS പറഞ്ഞു, തവലയും കാണും, നീ ഇനിയും വായിക്കണ്ട, അങ്ങ് വായിക്കുക. വേറൊരാൾ സങ്കീർത്തനം വായിച്ചു, എൻ്റെ കടലിൻ്റെ നടുവിൽ കൊടലെന്നാ. അപ്പം വിശ്വാസി ഇരിച്ചപ്പോൾ അവൻ അരിശം കയറി തെറിയും പറഞ്ഞുകൊണ്ട് പോയി. നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞല്ല, നടന്ന കാര്യമാണ്. അങ്ങ് വായിക്കുക. എനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. എൻ്റെ കാര്യവും പറയണമല്ലോ, മറ്റൊരുടെ കാര്യം മാത്രമാണ്. KK മാത്യു മുണ്ടിയപ്പള്ളി എന്നെ ദൈവവചനം പഠിച്ച എൻ്റെ അധ്യാപകൻ, ഗുരുവ, മരിച്ചുപോയി. നല്ല വചനതിട്ടമാണ്. വാക്യം വായിക്കാൻ പറഞ്ഞു. ഞാനാ വായിച്ചത് കൊരിന്ത്യലേഖനം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അനാവശ്യമായിരിക്കും. ഇതാ വാക്യം. ഞാൻ വായിച്ചു, പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല. പുള്ളി ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞ് പ്രയോജനമില്ലെന്ന്? എഴുന്നേക്കടാ, ആര് പറഞ്ഞത് പ്രയോജനമില്ലെന്ന്? അയ്യോ, അദ്ദേഹത്തെ അറിയാമല്ലോ, മുണ്ടിയപ്പള്ളിയിൽ. എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് ക്ലാസ്സിന് വെളിയിൽ പോടാന്ന് പറഞ്ഞ് എന്നോട് ഇറക്കി 100 പ്രാവശ്യം. പിന്നെ ഞാനങ്ങ് വായിച്ചു വിടത്തില്ല, ശ്രദ്ധിക്കും. എന്നാലും തെറ്റുണ്ട്. ഇന്ന് ഞാൻ ഒരാളെ കൊണ്ട് വാക്യം വായിപ്പിച്ചു, യഹോവ എന്നാ. പുള്ളി അങ്ങ് വായിക്കുക, യഹോവ, യഹോവേ, യഹോവോ. എന്നാന്ന് പുള്ളിക്കും? വായാന്നോ, വി ആന്നോ, ഊ ആന്നോ? മാണിച്ചാ, ഞാൻ സത്യം പറഞ്ഞതാ. മാണിച്ചാ എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നേ? വായിച്ച കാര്യമായി പറഞ്ഞേ. ഇവിടെ വായിക്കുക. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അയ്യോ, ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? പൊരുള് തിരിച്ചേച്ച് ഈ തിരുവഴുത്ത് അടിസ്ഥാനമാക്കി സുവിശേഷം യേശുവിനെ പറ്റി 35 വായിച്ചേ. 35 എടുത്തല്ലോ, 35 വായിച്ചു. ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. ഈ തിരുവഴുത്ത് ആധാരമാക്കി സുവിശേഷം. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. സുവിശേഷം അറിയിച്ച് അങ്ങോട്ട് പോയപ്പം വെള്ളമുള്ള സ്ഥലം ഉടനെ ചണ്ണം പറയാ, വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ലല്ല, സ്നാനം. അപ്പൊ യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനവും പറയണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. സ്നാനം പറഞ്ഞു. അതെങ്ങനെയാണെന്നും പറഞ്ഞു, വെള്ളത്തിൽ ഇറങ്ങണമെന്ന്. അതുകൊണ്ടല്ലേ പറഞ്ഞ വെള്ളം തളിക്കാനാന്ന്. ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കുടിക്കാൻ കൊണ്ടുവന്ന. എന്നാ ഇപ്പൊ തന്നെ അങ്ങ് കുടഞ്ഞേരും. എന്നാ ഈ പൊട്ട് പിടിച്ചതിനൊക്കെ ഇനി ഇനി ബോധം ഉണ്ടാകുന്നത്? കുപ്പിക്കകത്ത് ഫ്ലാസ്കിനകത്തുണ്ട്, കുടഞ്ഞേര്. എന്നെ അങ്ങ് മുക്കിക്കും. കുതിര തലതൊട്ടപ്പനാകും വേണേ. വെള്ളത്തിലിറങ്ങണം. വെള്ളം ഇവിടെ കാണും, ഇനിയും കാണും. നീ വിശ്വസിക്കുന്നു. എങ്കിലാകാം. വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി പീലിപ്പോച്ചനെ ആത്മാവ് പൊക്കി അസ്തോതി കൊണ്ടുപോയി. ഷണ്ണനെ പറ്റി വായിക്കുന്ന അവൻ സന്തോഷിച്ചു പോയെന്ന അങ്ങനെ എഴുതിയേക്കുന്നത്. വായിരേ, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. നമ്മുടെ സന്തോഷം സ്നാനപ്പെടുമ്പം. ഒരു ദൈവഭക്തനിൽ സന്തോഷിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോ സന്തോഷമാണ്. 2 സ്നാനപ്പെടുമ്പോ അങ്ങനെയാണ് സ്നാനപ്പെട്ടെ. കാല് തെറ്റി വെള്ളത്തിൽ പോയതാന്ന് അത് സന്തോഷമാണ്. നീ എന്തിനാ സ്നാനപ്പെട്ടെ? ഭാഷ പറഞ്ഞ് കല്യാണം നടത്തണേ, സ്നാനപ്പെടാതെ രാത്രി കൊണ്ട് നമ്മുടെ തോണ്ടറക്കടവിൻ്റെ അവിടെ കൊണ്ട് മുക്കി. അവനുണ്ടായിട്ട് അക്കരയ്ക്ക് പോയി. അക്കരെ കയറിയപ്പോഴെങ്കിലും പോവുകയെന്ന് പറയണ്ടേ? അങ്ങനൊന്നും അല്ല സ്നാനം.
ഇത് ശരിയായ സ്നാനം നടന്ന് യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ ഇത് ദൈവത്തിന്റെ കൽപ്പന.